ഇന്റലിജന്റ് നാഗരിക വംശങ്ങളുടെ ഒരു കോസ്മിക് സമ്മേളനത്തിന് വെൽക്കം ബാനറും കെട്ടി കേക്കും കയ്യിൽ പിടിച്ച് DJ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് ഇൻവിറ്റേഷൻ അയച്ച് നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പക്ഷെ നമ്മുടെ നിർഭാഗ്യമോ അതോ മഹാഭാഗ്യമോ ഇന്ന് വരെ ആ പാർട്ടിയിലോട്ട് ഒരുത്തരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മൾ മാത്രമേ ആ പാർട്ടിയിലുള്ളൂ. പക്ഷേ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടെങ്കിലോ, നമ്മൾ അന്വേഷിക്കുന്നത് പോലൊരു ഇന്റലിജന്റ് ആയ ജീവിവർഗം, മറ്റൊരു ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ നമുക്ക് മുന്നേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് നമ്മളെക്കാൾ മുന്നേ ഇതുപോലൊരു ബാനറൊക്കെ കെട്ടി ആഘോഷമായിട്ട് പാർട്ടിയൊക്കെ ഒരുക്കി അങ്ങനെ ഒരു കോസ്മിക് മഹാസമ്മേളനം നടത്താൻ ശ്രമിച്ച മറ്റൊരു സിവിലൈസേഷൻ ഇതിനു മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മളെക്കാൾ മുൻപ് നമ്മളെപ്പോലെ തന്നെ നക്ഷത്രങ്ങളെ നോക്കി വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് കാത്തിരുന്ന മറ്റൊരു സിവിലൈസേഷൻ, അത് വളരെ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതേസമയം അതൊരു പൊട്ട ചോദ്യമായിട്ടും തോന്നാം. നമ്മുടെ ഭൂമിയിൽ നമ്മളെക്കാൾ മുൻപ് നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു ജീവിവർഗം ഉണ്ടായിരുന്നോ? വല്ല സയൻസ് ഫിക്ഷൻ കഥയൊക്കെ എഴുതാൻ കൊള്ളാം അല്ലേ? സോ ഫാർ അങ്ങനെ ഒരു ജീവി സമൂഹം നമുക്ക് മുൻപ് ഉണ്ടായിരുന്നു എന്നതിന് യാതൊരു തെളിവും ഇല്ല. നമ്മുടെ പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ അതിസങ്കീർണമായ ഈ ബുദ്ധി നമുക്ക് മുൻപ് മറ്റൊരു ജീവിവർഗത്തിനും കൊടുത്തതായിട്ട് യാതൊരു തെളിവും നിലവിലില്ല. എന്നാൽ ചില കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊന്ന് വണ്ടറടിച്ചു പോകും. അതായത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ട് ഭൂമിയോളം പഴക്കമുള്ള ചില സ്പെഷ്യൽ പുരാതന പാറക്കല്ലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പാറക്കല്ലുകൾക്കുള്ളിൽ ജീവസാന്നിധ്യത്തിന്റെ സൂചനകൾ ചൂണ്ടിക്കാണിക്കുന്ന ചില അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ജൈവ പ്രവർത്തനങ്ങളുടെ സാന്നിധ്യം വിളിച്ചോതുന്ന രീതിയിൽ നമ്മൾ മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയും ചെടികളുടെയും ഒക്കെ ഭാഗമായ ഒരു പ്രത്യേക ഫ്ലേവറിലുള്ള ഭാരം കുറഞ്ഞ കാർബണിന്റെ അംശങ്ങൾ, ചില കുഞ്ഞു കുഞ്ഞു മൈക്രോ ഫോസിലുകൾ, ബാക്ടീരിയ ഒക്കെ പോലുള്ള കുഞ്ഞു കുഞ്ഞു ജീവികളുടെ ഒക്കെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെ സാന്നിധ്യമൊക്കെ വിളിച്ചോതുന്ന രീതിയിലുള്ള ഇരുമ്പിന്റെ രൂപീകരണം, ഇതൊക്കെയായിരുന്നു ആ സ്പെഷ്യൽ പ്രാചീന പാറകല്ലുകളിൽ ഉണ്ടായിരുന്നത്. അതിനിപ്പോ എന്താ കുഴപ്പം? ജീവനുള്ള ഭൂമിയിൽ ജീവന്റെ സാന്നിധ്യം കാണിക്കുന്ന സാധനങ്ങൾ അവിടെ ഇവിടെ ഉണ്ടാവില്ലേ? എന്നാൽ അത് കുഴപ്പമാണ്. നമുക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവാത്തോണ്ടാണ്. നമുക്കറിയാവുന്ന ഭൂമിയിലെ ജീവന്റെ കഥ തുടങ്ങുന്നത് ഏതാണ്ട് 3.5 തൊട്ട് 3.8 ബില്യൺ വർഷങ്ങളുടെ ആ ഒരു സമയത്താണ്. എന്നാൽ ഇപ്പോൾ പറഞ്ഞ മൈക്രോ ഫോസിലുകളും മൈക്രോ സ്ട്രക്ചറുകളും അതിലും മുൻപ് തന്നെ ജീവന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് സൂചനകൾ തരുന്നവയാണ്. ഏതാണ്ട് 4 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് പോലും ഭൂമിയിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് സംശയം ജനിപ്പിക്കത്തക്ക രീതിയിലുള്ളതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത മൈക്രോ ഫോസിലുകളും മൈക്രോ സ്ട്രക്ചറുകളും മറ്റും. അത് അത്ര വലിയ കുഴപ്പം പിടിച്ചൊരു കണ്ടുപിടുത്താണോ? തീർച്ചയായിട്ടും അതെ. ഏതാണ്ട് 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമി ഉണ്ടായത്. ഭൂമി ഉണ്ടായ നാളെ മുതൽ ഏതാണ്ട് 4 ബില്യൺ വർഷം വരെയുള്ള കാലഘട്ടം ഭൂമിയുടെ ആദ്യകാല ചരിത്രത്തിലെ വളരെ പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടമായിരുന്നു. തുടർച്ചയായി ഉൽക്കാശിലകൾ, ധൂമകേതുക്കള് ഇവയൊക്കെ ബഹിരാകാശത്ത് നമ്മുടെ ഭൂമിയെ കണ്ടിന്യൂസ് ആയിട്ട് ആക്രമിച്ചുകൊണ്ടിരുന്ന വളരെ നരകതുല്യമായ ഒരു സമയമായിരുന്നു അത്. പിറന്നു വീണ സമയമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അറ്റ്മോസ്ഫറിക് ശക്തികളോ മാഗ്നറ്റിക് ഫീൽഡോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കുഞ്ഞനായിരുന്നു നമ്മുടെ ഭൂമി. അതുകൊണ്ട് പ്രതിരോധിക്കാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ലാത്തതിനാൽ നെഞ്ചു വിരിച്ച് ധൂമകേതുക്കളുടെ അതിഭീകരമായ തീവ്രവാദി ആക്രമണം നമ്മുടെ കുഞ്ഞൻ ഭൂമി ഏറ്റുവാങ്ങി. പിന്നീടാണ് മസിലൊക്കെ വെച്ച് അത്യാവശ്യം അറ്റ്മോസ്ഫറിക് പവറുകളൊക്കെ കിട്ടി, അറ്റ്മോസ്ഫിയർ ഉണ്ടായി, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി, ഗ്രാവിറ്റേഷൻ ഒക്കെ ഉണ്ടായി, സ്വയം പ്രതിരോധിക്കാൻ പാകത്തിന് ശക്തിയൊക്കെ വെച്ച് ഒരു ജിമ്മനായിട്ട് നമ്മുടെ ഭൂമി മാറിയത്. തുടർച്ചയായിട്ടുള്ള ഈ ഉൽക്കാശിലകളുടെയും മീറ്റിയോറൈറ്റുകളുടെയും ഒക്കെ ബഹിരാകാശത്ത് നിന്നുള്ള ആക്രമണം നിറഞ്ഞ ഈ ഒരു കാലഘട്ടത്തെ ഹെഡീൻ കാലഘട്ടം എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ഹെഡീൻ കാലഘട്ടത്തിന്റെ ടെയിൽ എൻഡിൽ നടന്ന മറ്റൊരു അതിഭീകരമായ സംഭവമാണ് ലേറ്റ് ഹെവി ബോംബാർഡ്മെന്റ്, LHB. ചിഹ്നഗ്രഹങ്ങളിൽ നിന്നും ധൂമകേതുക്കളിൽ നിന്നും താരതമ്യേന ഉയർന്ന ആഘാതങ്ങൾ നമ്മുടെ സൗരയൂഥത്തിൽ മൊത്തത്തിലുണ്ടായ ഒരു കാലഘട്ടമാണ് ലേറ്റ് ഹെവി ബോംബാർഡ്മെന്റ്. ഹെഡീൻ കാലഘട്ടത്തിന് ശേഷം ഏകദേശം 4.1 മുതൽ 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതായി കരുതപ്പെടുന്ന സൗരയൂഥത്തിന്റെ മൊത്തം ചരിത്രത്തിലെ ഒരു സംഭവമാണിത്. ചന്ദ്രൻ, മെർക്കുറി, ചൊവ്വ എന്നിങ്ങനെ സൗരയൂഥത്തെ മൊത്തത്തിൽ ബാധിച്ച നിഗൂഢമായ സംഭവത്തിന്റെ കൃത്യമായ കാരണം എന്താണെന്ന് സയന്റിസ്റ്റുകൾക്ക് വ്യക്തമായിട്ട് ഉറപ്പില്ല. വ്യാഴം, ശനി തുടങ്ങിയ ഭീമൻ ഗ്രഹങ്ങൾ അവയുടെ ഭ്രമണപഥം മാറ്റിക്കൊണ്ടുള്ള ഒരു മൈഗ്രേഷൻ, കുടിയേറ്റമാണ് ഈ സംഭവത്തിന്റെ കാരണം എന്ന് ചില ശാസ്ത്രജ്ഞന്മാർ നിർദ്ദേശിക്കുന്നു. അതായത് ഈ വലിയ ഗ്രഹങ്ങളും സൗരയൂഥത്തിലെ ചെറിയ വസ്തുക്കളും തമ്മിലുള്ള ഗുരുത്വാകർഷണ പ്രതിപ്രവർത്തനങ്ങൾ ഭ്രമണപഥങ്ങളെ അസ്ഥിരപ്പെടുത്തുകയും അതുവഴി ചിഹ്നഗ്രഹങ്ങളും ധൂമകേതുക്കളും സൗരയൂഥത്തിന്റെ പല ഭാഗത്തേക്ക് ചിന്നിച്ചിതറി തെറിച്ചു പോകാൻ കാരണമാവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ LHB ഉണ്ടായത് എന്നൊക്കെയാണ് ചില ആശയങ്ങൾ പറയുന്നത്. സംഭവം പറഞ്ഞു വന്നപ്പോൾ നല്ല വയലൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു സംഭവം പല രീതിയിൽ നമ്മുടെ ഭൂമിക്ക് ഗുണം ചെയ്തു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഭൂമിയിലേക്ക് വെള്ളം, അതുപോലെ ഭൂമിയിൽ ജീവൻ അത്യാവശ്യമായ മറ്റു ഘടകങ്ങൾ, ഇതൊക്കെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായ ഇത്തരം ആഘാതങ്ങളാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഹെവി ബോംബാർഡ്മെന്റ് എന്ന് പറഞ്ഞ ഈ ഉൽക്കകളും കോമറ്റുകളുമായിട്ടുള്ള ഈ ഘോരയുദ്ധത്തിന് ശേഷമാണ് ഭൂമിയിൽ ജീവന്റെ കഥ തുടങ്ങുന്നത്. നമുക്കറിയാവുന്ന ഭൂമിയിലെ ജീവന്റെ കഥ തുടങ്ങുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞ പുരാതന പാറക്കല്ലുകളിലെ തെളിവുകളും മറ്റും ഈ LHB എന്ന് പറഞ്ഞ മഹാസംഭവത്തിന് മുൻപ് തന്നെ ഭൂമിയിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ്.
എന്നാൽ അത്ര നേരത്തെ തന്നെ ജീവന്റെ കഥ തുടങ്ങിയിരുന്നു എന്ന് ഉറപ്പിച്ചു പറയാനായിട്ടുള്ള കോൺക്രീറ്റ് എവിഡൻസുകളൊന്നും നമ്മുടെ കയ്യിലില്ല. കർശനമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലില്ല. ഈ പറഞ്ഞ ഭൂമിയോളം പഴക്കമുള്ള പാറക്കല്ലുകളിൽ ജീവന്റെ സാന്നിധ്യം കാണിക്കുന്ന കുഞ്ഞു കുഞ്ഞു തെളിവുകളുണ്ട് എന്ന് പറയുന്നത് സത്യത്തിൽ ജീവന്റെ തന്നെ സാന്നിധ്യത്തിനുള്ള തെളിവുകളായിരിക്കണം എന്നില്ല. അത്തരം തെളിവുകളായി തോന്നിപ്പിക്കുന്ന പാറക്കല്ലുകൾക്കുള്ളിലെ ആ മൈക്രോ സ്ട്രക്ചറുകൾ അത് ജൈവ കണികകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടല്ലാതെ നാച്ചുറൽ ആയിട്ടും രൂപപ്പെടാം എന്ന് മറ്റു ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ കർശനമായിട്ടുള്ള തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നത് LHBക്ക് ശേഷമാണ് ജീവന്റെ കഥ തുടങ്ങിയത് എന്ന് തന്നെയാണ്. പക്ഷെ എന്തൊക്കെ കർശനമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞാലും ജീവന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇപ്പോഴും മൊത്തത്തിൽ പിടിതരാത്തൊരു സംഭവം തന്നെയാണ്. അപൂർണമായൊരു പസില് പോലെ. ഒരു പക്ഷെ ജീവന്റെ കഥ LHBക്ക് മുമ്പേ തന്നെ തുടങ്ങിയിരിക്കാം. പക്ഷെ തെളിവുകളൊന്നും ഇല്ലാത്തത് ആ തെളിവുകളൊക്കെ ഭൂമുഖത്ത് നിന്ന് ഡിലീറ്റ് ചെയ്തു പോയതായിക്കൂടെ എന്നും ചില ശക്തമായ ആശയങ്ങൾ ചോദിക്കുന്നു. ബഹിരാകാശത്ത് നിന്നുള്ള കൂറ്റൻ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ഗർത്തങ്ങളുടെ ഫലമായി ഉപരിതല പാറകൾ ഉരുകി അതുവഴി ഉണ്ടായ വ്യാപകമായ ഭൂകമ്പ പ്രവർത്തനങ്ങൾ, ഭൂമിയുടെ പുറന്തോടിന്റെ ഖര രൂപീകരണം, വിപുലമായ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഇങ്ങനെ നല്ല ആഴത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയ അതിതീവ്രമായ വിനാശകരമായ ആഘാതങ്ങളാണ് ചിഹ്നഗ്രഹങ്ങളും വാൽ നക്ഷത്രങ്ങളും ലൈറ്റ് ഹെവി ബോംബിംഗ് എന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാക്കിയത്. വളരെ പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടമായിരുന്നു അത്. ഇറ്റ് വാസ് എ പീരീഡ് ഓഫ് ഹെവി ബോംബിംഗ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എന്തെങ്കിലും ജീവന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഷുവറായിട്ടും ആ ബോംബിങ്ങിൽ അവ ഒന്നുപോലും ബാക്കി നിൽക്കാതെ തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. പക്ഷെ അങ്ങനെ ലൈറ്റ് ഹെവി ബോംബിങ്ങിന് മുമ്പ് തന്നെ ജീവൻ ഉണ്ടാവുകയും പിന്നീട് ആ ജീവൻ തുടച്ചു നീക്കപ്പെടുകയും പിന്നീട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയും പുനരാരംഭിക്കുകയും ചെയ്തു എന്നതാണ് സത്യത്തിൽ നടന്നത് എങ്കിൽ ജീവന്റെ കഥയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും, നമ്മുടെ പല ധാരണകളും അത് ആഴത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. ഹെവി ബോംബിങ്ങിന് മുമ്പ് തന്നെ അത്യാവശ്യം രൂക്ഷമായ ഒരു സാഹചര്യം തന്നെയാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത്. തീവ്രമായ അഗ്നിപർവ്വത പ്രവർത്തനം, കഠിനമായ അന്തരീക്ഷം, ഇടയ്ക്കിടെ ഉൽക്കാഘാതങ്ങൾ, ഇതൊക്കെ LHBക്ക് മുമ്പും തന്നെ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര രൂക്ഷമായ വളരെ തീവ്രമായ അത്തരം സാഹചര്യങ്ങളിലും ചെറിയ രീതിയിലാണെങ്കിൽ പോലും അന്തരീക്ഷം അനുകൂലമാണെങ്കിൽ അജൈവ വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടാവുക എന്ന അത്ഭുത പ്രതിഭാസം സംഭവിക്കുന്നു. ശേഷം LHBയുടെ വിനാശകരമായ ആഘാതങ്ങൾക്ക് ശേഷം നമ്മുടെ കർശനമായ തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവൻ രണ്ടാമത് പുനരാരംഭിക്കുന്നു. അതായത് അജൈവ വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടാവുക എന്ന അത്ഭുത പ്രതിഭാസം രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുന്നു. അത്തരം ഒരു പുനർക്രമീകരണം സൂചിപ്പിക്കുന്നത് എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളിലും ജീവന് തരണം ചെയ്യാൻ കഴിയും എന്നാണ്. അതായത് നമ്മൾ കരുതിയതുപോലെ ആക്സിഡന്റലി സംഭവിച്ച അത്രയ്ക്കും ദുർബലമായ തൊട്ടാൽ പൊട്ടുന്നൊരു കോഴിമുട്ടയല്ല ജീവൻ എന്നാണ്. ചക്കയിട്ടപ്പോൾ മുയൽ ചത്തു എന്ന് പറഞ്ഞതുപോലെ വളരെ യാദൃശികമായിട്ട് സംഭവിച്ചൊരു മഹാത്ഭുതമല്ല അത്. സാഹചര്യങ്ങൾ ഒത്തുവരുന്ന പ്രപഞ്ചത്തിൽ ഏതു ഭാഗത്തും ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ അത് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്രീസസ് ദ പ്രോബബിലിറ്റി ഓഫ് ലൈഫ് ഇൻ ദ യൂണിവേഴ്സ്. സിമിലർ ആയ ഒരു ആശയവും സാധ്യതയും ഇതിന്റെ ആദ്യ ഭാഗത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷെ ഇതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഡാറ്റകളില്ല എന്നുള്ളതാണ് കഷ്ടം. LHBയുടെ സമയത്തുണ്ടായിരുന്ന ഭൂമിയുടെ പ്രതലമല്ല ഇപ്പൊ നമ്മുടെ ഭൂമിക്കുള്ളത്. LHBക്ക് ശേഷം ഏതാണ്ട് ഒരു 3-4 തവണയെങ്കിലും ഭൂമിയുടെ പ്രതലം റീസൈക്ലിങ്ങിന് വിധേയമായിട്ട് പുതിയ പ്രതലങ്ങൾ ഉണ്ടായി. അതായത് ഈ 3-4 തവണയും നല്ല രീതിയിൽ ജിയോളജിക്കൽ റെക്കോർഡുകൾ ഡിലീറ്റ് ആയിപ്പോയി. പൂഫ്, ഒന്നും ബാക്കിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില പഴയ കാലത്ത് നിന്ന് കിട്ടിയ ചില പാറക്കല്ലുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള തെളിവുകളുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പൊ പറയുകയും ചെയ്തു. അപ്പൊ ഇത്രയും നേരത്തെ ഈ നീണ്ട കഥാപ്രസംഗം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിലെ ജീവന്റെ കഥ പോലും നമുക്ക് നേരാവണ്ണം അറിഞ്ഞുകൂടാ എന്നാണ്. ഇങ്ങനെ ജീവന്റെ കഥ ആകെ കുഴഞ്ഞു മറിഞ്ഞ് അവിയൽ പരുവത്തിൽ നിഗൂഢമായി കിടക്കുന്ന സമയത്ത് നാം വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചെത്തുന്നു. നമുക്ക് മുൻപേ ഈ ഭൂമിയിൽ വന്നവരെ പറ്റി നമുക്ക് എന്തറിയാം എന്ന ചോദ്യത്തിലേക്ക്. നമ്മളാണ് ഈ ഭൂമിയിലെ ആദ്യത്തെ ഇന്റലിജന്റ് ആയ നാഗരിക വംശം എന്ന കാര്യത്തിൽ എന്തുറപ്പാണ് നമുക്കുള്ളത് എന്ന ചോദ്യത്തിലേക്ക്. ഈ ചോദ്യം ബുദ്ധിമാന്മാരായ നമ്മുടെ സയന്റിസ്റ്റുകൾ കളിച്ച ഒരു ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സിലൂരിയൻ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ ഒരു ഗെയിം, ഒരു മൈൻഡ് ഗെയിം. അതായത് ചുമ്മാ ഊഹിച്ചു കളിക്കുക. അയ്യേ, അതെന്ത് കളിയാ ഊഹിച്ചു കളി? പണ്ട് നമ്മൾ കളിച്ചിട്ടുണ്ടാവും ഈ കളി. പണ്ട് നമ്മൾ ചിന്തിച്ചു കൂടിയിട്ടുണ്ടാവില്ലേ? കുഞ്ഞായിരിക്കുമ്പോൾ ഞാനൊരു സൂപ്പർമാൻ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, ഞാനൊരു അംബാനി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, എൻ്റെ അപ്പനൊരു അംബാനി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ വെറുതെ കുറെ ഊഹിച്ചു കളിക്കുക. അതുപോലെ നമ്മുടെ സയന്റിസ്റ്റുകൾ കളിച്ച ഒരു ഊഹിച്ചു കളിയാണ് സിലോരിയൻ ഹൈപ്പോത്തസിസ്, ഒരു തോട്ട് എക്സ്പെരിമെന്റ്. കളിയിൽ ഇവർ ഊഹിക്കുന്നത് വേറൊന്നുമല്ല, നമ്മളെക്കാൾ മുൻപ് ഭൂമിയിൽ ഒരു നാഗരിക വംശം ഉണ്ടായിരുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ നാഗരിക വംശം ജീവിച്ചു എന്നതിനുള്ള തെളിവുകൾ നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതാണ് മൈൻഡ് ഗെയിമിന്റെ ഉദ്ദേശം. ഓർക്കുക, ഇത് വെറും ഒരു കളി മാത്രമാണ്. സിലൂരിയൻ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ ഈ ഗെയിം ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പോലും പറയുന്നില്ല നമുക്ക് മുൻപ് ഇങ്ങനെ ഒരു ഇന്റലിജന്റ് സ്പീഷീസ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന്. നിലവിലെ നമ്മുടെ കർശനമായ തെളിവുകൾ പറയുന്നത് നമ്മളാണ് ഭൂമിയിലെ ആദ്യത്തെ നാഗരിക വംശം എന്ന് തന്നെയാണ്. പിന്നെന്തിനാ ഇങ്ങനെ ഒരു കളിയുടെ ആവശ്യം?
അതിന്റെ ഉദ്ദേശം എന്താ? മറ്റ് ഗ്രഹങ്ങളിൽ നാഗരിക വംശങ്ങളെ, ഏലിയൻസിനെയൊക്കെ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ മുൻപൊരു നാഗരിക വംശം ഉണ്ടായിരുന്നതായി നമുക്ക് സൂചനകൾ കിട്ടിയാൽ അത്തരം നാഗരിക വംശങ്ങൾ അവരുടെ ഗ്രഹത്തിൽ എന്തൊക്കെ ദീർഘദൂര പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക, എന്തൊക്കെ തെളിവുകളായിരിക്കും അവർ അവരുടെ മണ്ണിൽ അവശേഷിപ്പിക്കുക, ആ തെളിവുകൾ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഈ ഗെയിമിന്റെ ഉദ്ദേശം. മുൻപ് ജീവൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സംശയിക്കുന്ന ചൊവ്വ പോലുള്ള ഗ്രഹങ്ങൾ നമ്മൾ കൈ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഇതുപോലൊരു പ്രധാനപ്പെട്ട സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഗെയിമുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. നമ്മൾ മനുഷ്യരെല്ലാവരും കൂടെ ഒന്നിനു പിറകെ ഒന്നായിട്ട് തട്ടിപ്പോയി എന്ന് വിചാരിക്കുക. നമ്മൾ നിന്നിടത്ത് തന്നെ ഡെഡ് ബോഡി ആയിട്ട് അങ്ങനെ നിലത്ത് മലർന്നു കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നു എന്നതിന് എന്തെല്ലാം തെളിവുകളായിരിക്കും ഭാവിയിൽ ബാക്കി ഉണ്ടാവുക? നമ്മൾ മനുഷ്യൻ ഭൂമിയിൽ വന്നിട്ട് 3 ലക്ഷം വർഷമാണ് ആയിട്ടുള്ളത്. അതിൽ തന്നെ മനുഷ്യൻ കോംപ്ലക്സ് ആയ ഒരു സമൂഹത്തിൻ്റെയൊക്കെ ലെവലിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10,000 വർഷമായി. അതായത് നമ്മളൊരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് ജീവിക്കാൻ തുടങ്ങി, നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങി, മൃഗങ്ങളെയും മറ്റുമൊക്കെ വളർത്താൻ തുടങ്ങി. അങ്ങനെ അതിൽ തന്നെ ഏറ്റവും അവസാനം വെറും 300 വർഷമേ ആയിട്ടുള്ളൂ നമ്മളൊരു നാഗരിക വംശമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അതായത് ഈ 3 ലക്ഷം വർഷത്തിന്റെ തന്നെ അവസാന കാലഘട്ടത്തിലാണ് നമ്മൾ ഭൂമിയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയത്. നഗരങ്ങൾ നിർമ്മിക്കാനും വെല്ലിക്കാട്ട കെട്ടിടങ്ങളും കോട്ടകൊത്തളങ്ങളും ഉണ്ടാക്കാനും യന്ത്രങ്ങൾ ഉപയോഗിക്കാനും തുടങ്ങി. നമ്മൾ കെമിക്കലുകൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാനും ബോംബുകൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാനും തുടങ്ങി. നമ്മൾ നാളെ തട്ടിപ്പോയാൽ ഇവയ്ക്കൊക്കെ എന്തു പറ്റും? പതിറ്റാണ്ടുകൾ നീണ്ട ശ്രമഫലമായി നമ്മൾ മനുഷ്യരുണ്ടാക്കിയെടുത്ത ഈ വലിയ നഗരങ്ങളും കെട്ടിടങ്ങളും പോലുള്ളവ ശക്തമാണെന്ന് തോന്നുമെങ്കിലും നിരവധി വർഷങ്ങൾ കഴിയുന്തോറും അവ പതിയെ തകരാൻ തുടങ്ങും. മഴയും കാറ്റും മറ്റ് പ്രകൃതി ശക്തികളും അവയെ പതിയെ മണ്ണിനോട് ചേർക്കും. പിന്നീട് അവ അവിടെ നിന്ന് ഭൂമിക്കടിയിൽ ഭൂമിയുടെ ആഴമേറിയ പാളികൾക്കുള്ളിലേക്ക് അപ്രത്യക്ഷമാകും. നമ്മുടെ കാരണവന്മാർ പണിത് വെച്ച സഹസ്രാബ്ദങ്ങളെ അതിജീവിച്ച് നമ്മുടെ പിരമിഡുകൾ എന്ന് പറഞ്ഞ ആ മഹാഘടനകൾക്ക് പോലും നമ്മുടെ ഭൂമിയുടെ വലിയ ടൈം സ്കെയിലിൽ നോക്കിയാൽ അധികം ആയുസ് ഉണ്ടാവില്ല. നമ്മുടെ ഭൂമി ഒന്ന് അമർത്തിയൂതിയാൽ പറന്നു പോകുന്ന വെറും മണൽക്കൂനകൾ മാത്രമാണ് ആ പിരമിഡുകളെല്ലാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വീടുകളും കെട്ടിടങ്ങളും കോട്ടകളും നമ്മുടെ ശരീരാവശിഷ്ടങ്ങളും ഈ ഭൂമുഖത്ത് നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടും. അവ ഭൂമിയുടെ പാളികളിലേക്ക് ആഴങ്ങളിലേക്ക് അപ്രത്യക്ഷമാകും. നൂറുകണക്കിന് മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദിനോസറുകളുടെയൊക്കെ എല്ലും കഷ്ണങ്ങൾ നമുക്കിപ്പോൾ ഫോസിലുകളായിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മളെപ്പോലൊരു നാഗരിക വംശം ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നാഗരികതയുടെ എന്തെങ്കിലും തെളിവുകൾ, വല്ല ഇഷ്ടികയുടെ കഷ്ണോ സിമെന്റ് കട്ടയുടെ കഷ്ണോ കമ്പിയുടെ കഷ്ണോ ചട്ടിയോ കലമോ അങ്ങനെ എന്തെങ്കിലും കിട്ടാതിരിക്കുമോ? നമുക്ക് ആദ്യം ഈ പറഞ്ഞ നാഗരികതയുടെ ഡയറക്റ്റ് തെളിവുകൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. വല്ല തൂണോ തുരുമ്പോ അങ്ങനെ എന്തെങ്കിലും. ഈ ഭൂമിയുടെ പ്രതലത്തില് മനുഷ്യൻ എന്ന നാഗരിക വംശത്തിന്റെ നാഗരികതയുടെ സാന്നിധ്യം വിളിച്ചോതുന്ന ഭാഗം എന്ന് പറയുന്നത് ഭൂമിയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെ കുറവാണ്. വെറും 1% താഴെയേ അതുള്ളൂ ഭൂമിയുടെ മറ്റു പ്രതലങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. നമ്മുടെ ഭൂമിയുടെ ഈ പ്രതലത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഭൂമിയുടെ പ്രതലം തുടർച്ചയായിട്ട് റീസൈക്ലിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ പർവ്വതങ്ങളും മലകളും ഉയരും, സമുദ്രങ്ങൾ നീങ്ങും. ഇന്ന് കരയായിരുന്ന ഭാഗം നാളെ കടലിന്റെ അടിയിലായിരിക്കും, ഇന്ന് കടലിന്റെ അടിയിലായിരുന്ന ഭാഗങ്ങൾ നാളെ ഒരുപക്ഷെ കരയാകും. അങ്ങനെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്ന് കഴിഞ്ഞേക്കാവുന്ന വിശാലമായ ഭൂമിയുടെ ഈ പ്രതലത്തിൽ നിന്നും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് മറ്റൊരു നാഗരിക വംശത്തിന് നമ്മുടെ 1% വരുന്ന നാഗരികതയുടെ സാന്നിധ്യത്തിന്റെ വല്ല ഇഷ്ടികയോ കല്ലോ തുരുമ്പിച്ച ആണിയോ കിട്ടുക എന്നത് കടലിന്റെ ഉള്ളിൽ മുട്ടുസൂചി കിട്ടുക എന്ന് പറയുന്നത് പോലെയാണ്. പിന്നെ ഈ പറഞ്ഞ ഫോസിലുകളുടെയൊക്കെ കാര്യം, ഈ എല്ലിന്റെ കഷ്ണങ്ങളും ശരീരത്തിന്റെ അവശിഷ്ടങ്ങളും മറ്റുമൊക്കെ ഫോസിലുകളാവുക എന്ന് പറഞ്ഞാൽ അത് ലോട്ടറി അടിക്കുന്ന പോലെയാണ്. അതായത് ഫോസിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഫോസിലൈസേഷൻ ഈസ് എ റയർ ആൻഡ് യുണീക്ക് പ്രോസസ്. ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ ഒരല്പം കഷ്ടമോ ശരീരാവശിഷ്ടമോ ഒക്കെ ഫോസിലായിട്ട് മാറുകയുള്ളൂ. ഭൂമിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ വന്നിട്ടുള്ള ദശലക്ഷക്കണക്കിന് ജീവിവർഗങ്ങളിൽ വെറും 1% താഴെ ജീവിവർഗങ്ങളുടെ ഫോസിലുകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ഇൻക്ലൂഡിംഗ് ഡൈനോസോഴ്സ്. ദിനോസറുകളുടെയൊക്കെ ഫോസിലുകൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടാൻ കാരണം ആ ജീവികളുടെ വലിപ്പവും അവയുടെ എല്ലുകളുടെ പ്രത്യേകതകളും ഒക്കെയാണ്. അത്തരം എല്ലുകൾ അവശിഷ്ടങ്ങളൊക്കെ ഫോസിലൈസ് ചെയ്യപ്പെടാൻ കുറെ കൂടി എളുപ്പമാണ്. എന്നിട്ട് പോലും നമുക്ക് ഇനിയും തിരിച്ചറിയാൻ കഴിയാത്ത ദിനോസർ വംശങ്ങൾ ആയിരക്കണക്കിനുണ്ട് എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ബാക്കിയുള്ള ജീവികളെ പോലെ തന്നെ ഈ പറഞ്ഞ ഹൈപ്പോത്തറ്റിക്കൽ സിവിലൈസേഷനും ഇങ്ങനെ ഫോസിലൈസേഷൻ എന്ന് പറഞ്ഞൊരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടാകണം എന്നില്ല. അതായത് അത്തരം ഫോസിലുകളുടെയും അവശിഷ്ടങ്ങളുടെയും അഭാവം കൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു ഫോസിലൈസേഷൻ സംഭവിക്കാതിരിക്കാനുള്ള സാധ്യതയാണ് വളരെ വളരെ കൂടുതൽ. ശരി, ഫിസിക്കലായിട്ടുള്ള മറ്റ് അവശിഷ്ടങ്ങളോ ഫോസിലുകളോ കിട്ടില്ല, പക്ഷെ അവിടെ കൊണ്ട് തീർന്നിട്ടില്ലല്ലോ. നമ്മൾ എവിടെ ഉണ്ടായിരുന്നു എന്ന് ഉറക്കെ വിളിച്ച് പറയുന്ന നല്ലൊരു ഫിംഗർ പ്രിന്റ് ഈ ഭൂമിയുടെ മുകളിൽ നമ്മളെന്നല്ല ഏതൊരു നാഗരിക വംശവും പതിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. ഭൂമിയിൽ ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ ഓരോ കാലഘട്ടവും അങ്ങനെ അവരവരുടേതായ അടയാളങ്ങൾ ഈ ഭൂമിയുടെ മുകളിൽ പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളുടെ അത്തരം ഫിംഗർ പ്രിന്റുകളും മുദ്രകളും അടയാളങ്ങളും ഉള്ളിലടങ്ങിയ പാറകളുടെ അവശിഷ്ടങ്ങൾ ഭൂമിയുടെ പല ഭാഗങ്ങളിലായിട്ട് കിടപ്പുണ്ട്. സെഡിമെന്ററി റോക്സ് എന്നാണ് ഇത്തരം പാറക്കല്ലുകൾ പറയുന്നത്. ഓരോ
കാലഘട്ടത്തിൽ നിന്നുമുള്ള കുഞ്ഞു കുഞ്ഞു ജൈവാവശിഷ്ടങ്ങളുടെ കണികകൾ, അജൈവാവശിഷ്ടങ്ങളുടെ കണികകൾ, ധാതുക്കൾ, രാസവസ്തുക്കൾ ഇതൊക്കെ പതിയെ ഇങ്ങനെ അടിഞ്ഞുകൂടി ഓരോരോ പാളികളായിട്ട് രൂപാന്തരപ്പെട്ട് അങ്ങനെ പല പല കാലഘട്ടങ്ങളിൽ നിന്നുള്ള ഇത്തരം കണികകൾ കൂടി ചേർന്നുണ്ടായ പാളികൾ എല്ലാം കൂടി ഒന്ന് ചേർന്ന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഒരു പാറക്കല്ലൊക്കെ ആയിട്ട് മാറും. അതായത് ആ പാറക്കല്ലിനുള്ളിലെ ഓരോ പാളിയും ഓരോ കാലഘട്ടത്തെയായിരിക്കും പ്രതിനിധീകരിക്കുന്നത്. പാറക്കല്ലിനുള്ളിലെ ഓരോ പാളിയും ഓരോ കാലഘട്ടത്തിന്റെ ഫിംഗർ പ്രിന്റ് ആയിരിക്കും. ഇത്തരം പാറക്കല്ലുകൾ ഭൂമിയുടെ ചരിത്ര പുസ്തകങ്ങൾ പോലെയാണ്. ആ പാറക്കല്ലിനുള്ളിൽ രൂപപ്പെട്ട് കിടക്കുന്ന ഓരോ പാളികളും ആ പുസ്തകത്തിലെ ഓരോ പേജുകൾ പോലെയാണ്. ഓരോ പാളിയും രൂപപ്പെടുമ്പോൾ ഭൂമി ഏത് അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ശക്തമായ സൂചനകൾ ആ ഓരോ പാളിയിലും ഉണ്ടായിരിക്കും. ആ പാളി ഉണ്ടായ കാലഘട്ടത്തിലെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നല്ല രീതിയിൽ അത്തരം പാളികളിൽ നിന്ന് ലഭിക്കും. ഉദാഹരണത്തിന് അത്തരം പാളിയിലെ ചില ധാതുക്കൾ അത് ചൂടുള്ളതോ തണുത്തതോ ആയ കാലഘട്ടമാണോ, അല്ലെങ്കിൽ പ്രദേശം വെള്ളത്തിനടിയിലായിരുന്നോ, കരയിലാണോ എന്നൊക്കെയുള്ള വിവരങ്ങൾ നമ്മോട് പറയും. ഇനി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് ഭൂമിയിൽ ഉണ്ടാകുന്ന വേറെ ഏതെങ്കിലും ഒരു നാഗരിക വംശം അല്ലെങ്കിൽ ഭൂമി കാണാൻ വന്ന വേറെ ഏതെങ്കിലും കുറെ ഏലിയൻസ് അവർക്ക് ഇങ്ങനെ ഒരു പാറക്കല്ല് കിട്ടുന്നു എന്ന് കരുതുക. അവർ ഈ കല്ലെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറെ പാളികൾ കാണുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു പാളി മാത്രം കറുത്ത് കരിവാളിച്ച് വൃത്തികെട്ട ലൊക്കിലായിരിക്കും ഇരിക്കുന്നത്. ആ പാളി നമ്മൾ ജീവിച്ച കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ മനുഷ്യരുടെ ഫിംഗർ പ്രിന്റ് പതിഞ്ഞ പാളിയാണത്. ആ വൃത്തികെട്ട പാളിയിൽ കാണാൻ പോകുന്ന ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ ആയിരിക്കും. നമ്മൾ ഈ ഫാക്ടറിയിൽ നിന്നും കാറിൽ നിന്നും മറ്റ് യന്ത്രങ്ങളിൽ നിന്നും ഒക്കെ ഈ പുകയും രാസവസ്തുക്കളൊക്കെ കത്തിച്ച് മേപ്പോട്ടും ഭൂമിയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ വിട്ടത്, പിന്നെ മറ്റ് മെറ്റലിന്റെ അംശങ്ങൾ, പിന്നെ മനുഷ്യന് ഊർജ്ജത്തിനായിട്ട് കൽക്കരി, എണ്ണ, വാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളൊക്കെ കത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ വായുവിലോട്ട് വിട്ട് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാക്കിയത്, നമ്മൾ ഉപയോഗിക്കുന്ന വ്യാവസായിക മാലിന്യങ്ങളുടെ സാന്നിധ്യം, ആണവായുധങ്ങളുടെയും മറ്റു ന്യൂക്ലിയർ വേസ്റ്റുകൾ ഉപയോഗിച്ചതിന്റെയും സാന്നിധ്യം, ഈ കാര്യങ്ങളെല്ലാം ആ പാളിയിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു പുരാതന നാഗരിക വംശം ജീവിച്ചിരുന്നു എന്നതിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ തെളിവുകൾ ഒന്നും കിട്ടിയില്ലെങ്കിലും ഇത്തരം നാഗരിക വംശങ്ങളുടെ സാന്നിധ്യം ശക്തമായിട്ട് വിളിച്ചറിയിക്കുന്ന തെളിവുകളായിരിക്കില്ലേ ഈ പറഞ്ഞ ഫിംഗർ പ്രിന്റുകളായ വൃത്തികെട്ട ലുക്കിലുള്ള ഈ പാളികൾ? അവിടെയാണ് ഇനി പറയാൻ പോകുന്ന മെയിൻ പോയിന്റ്. നമ്മുടെ പാളി ഇങ്ങനെ കറക്കാൻ കാരണമായ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ, അത്തരം പ്രവർത്തനങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, ഇതേ മാറ്റങ്ങൾ പ്രകൃതിദത്തമായ ഭൂമിയിലെ മറ്റു പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടും ഉണ്ടാകാം. അത്തരം പാളികളിലെ കറുത്ത പാടുകൾ കാണുമ്പോൾ തന്നെ ചാടിക്കേറി അത് മുൻപത്തെ ഒരു നാഗരിക വംശം ഉണ്ടായിരുന്നതിന്റെ തെളിവാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നർത്ഥം. മനുഷ്യൻ എന്ന നാഗരിക വംശം ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ ശക്തമായിട്ടുള്ള തെളിവാണ് ഇന്ധനങ്ങളും മറ്റും കത്തിച്ച് കാടുകൾ വെട്ടിത്തെളിച്ച് ഫാക്ടറികളിലെ മറ്റ് പ്രവർത്തനങ്ങളുടെ ഒക്കെ ഫലമായി ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ചൂട് നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നത്. അതുവഴി കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകും. അവ ശക്തമായിട്ടുള്ള കറുത്ത പാടുകളായിട്ട് ഈ പറഞ്ഞ പാളികളിൽ അങ്ങനെ കിടക്കുകയും ചെയ്യും. പക്ഷെ പ്രകൃതിദത്തമായ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഉണ്ടാക്കിയതിന് സമാനമായ രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ചൂടൊക്കെ കൂട്ടി നമ്മൾ ഉണ്ടാക്കിയതുപോലുള്ള കറുത്ത പാടുകൾ ആ പാളികളിൽ ഉണ്ടാക്കും. അതായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, അൺയൂഷ്വൽ ആയിട്ടുള്ള മാസീവ് ലെവലിലുള്ള കാട്ടുതീ, ഉൽക്കാപതനങ്ങൾ, മീറ്റിയോറൈറ്റ് പതനങ്ങൾ, ഇവയൊക്കെ നമ്മൾ വ്യാവസായികവൽക്കരണത്തിലൂടെ ഉണ്ടാക്കിയതിന് സമാനമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും മറ്റും ഭൂമിയിൽ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇവ രണ്ടും മൂലം ഉണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ ഇത്തരം പാളികളിൽ ഉണ്ടാക്കുന്ന കറുത്ത പാടുകൾ സമാനമായ രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടായ കറുത്ത പാടും ഇങ്ങനെ ഉണ്ടായ കറുത്ത പാടും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളായ വ്യാവസായിക മാലിന്യങ്ങളുടെയും മറ്റ് കെമിക്കലുകളുടെയും സമുദ്രത്തിലേക്കുള്ള പ്രവാഹം സമുദ്രങ്ങളിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും ഇത് സമുദ്രത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും അത് സമുദ്ര ജീവജാലങ്ങളുടെ കൂട്ടവംശനാശത്തിനും മറ്റും കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം സംഭവങ്ങളും ഈ പറഞ്ഞ പാളികളിൽ നല്ല കറുത്ത പാടുകളായിട്ട് അങ്ങനെ കിടക്കും കാലാകാലം. പക്ഷെ ഇതും പ്രകൃതിദത്തമായ നേരത്തെ പറഞ്ഞതുപോലുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പോലുള്ള ഭൂമിശാസ്ത്രപരമായ മറ്റ് പ്രക്രിയകളുടെ ഫലമായി വലിയ അളവിൽ ഹരിതഗൃഹവാതകങ്ങളും മറ്റ് വിഷവാതകങ്ങളും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളി ഇവ സമുദ്രങ്ങളിലൊക്കെ കലർന്ന് സമുദ്രത്തിന്റെ കെമിസ്ട്രിയിലും ഓക്സിജന്റെ അളവിലും മാറ്റങ്ങൾ ഉണ്ടായി അതുവഴി ഈ പറഞ്ഞ സമുദ്രജീവികൾ ചത്തൊടുങ്ങുകയും ചെയ്യും. പിന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടായ കറുത്തപാടും ഇങ്ങനെ ഉണ്ടായ കറുത്ത പാടുകളും പരസ്പരം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ മനുഷ്യൻ ഉപയോഗിക്കുന്ന ചില മെറ്റലുകളുണ്ട്, ലെഡ്, കാഡ്മിയം, മെർക്കുറി. മനുഷ്യൻ അവന് വേണ്ട യന്ത്രങ്ങളും മറ്റു ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ഇത്തരം മെറ്റലുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കും. ഇത്തരം മെറ്റലുകൾ പ്രകൃതിദത്തമായി ഭൂമിയുടെ ഉള്ളിലുള്ളതാണ്. പക്ഷെ ഇതൊക്കെ ഇരിക്കുന്നിടത്തിരുന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിത് വലിയ അളവിൽ കുഴിച്ചെടുത്ത് വലിയ അളവിൽ പ്രോസസ്സ് ചെയ്ത് ഉപയോഗിച്ചിട്ട് അതിന്റെയൊക്കെ വേസ്റ്റുകൾ അവിടെ ഇവിടെയൊക്കെ ഡിസ്പോസ് ചെയ്യും. ഇതും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ശക്തമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇത്തരം പ്രവർത്തനങ്ങളും ഈ പറഞ്ഞ ജിയോളജിക്കൽ റെക്കോർഡുകളായ പാളികളിൽ അടയാളങ്ങൾ ഉണ്ടാക്കും. പക്ഷെ നേരത്തെ പറഞ്ഞ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഇത്തരം മെറ്റലുകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളാനും സമാനമായ രീതിയിൽ ദീർഘകാല പരിണത ഫലങ്ങൾ ഉണ്ടാക്കാനും സമാനമായ അടയാളങ്ങൾ ഇത്തരം പാളികളിൽ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. പിന്നെ ശക്തമായ ഉൽക്കാപതനങ്ങളൊക്കെ ഇത്തരം രീതിയിൽ മെറ്റലിന്റെ അംശങ്ങൾ വലിയ അളവിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടാൻ കാരണമാകാം. അതിനെ തുടർന്നും സമാനമായ എഫക്റ്റുകൾ ഉണ്ടാവും. 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ നടത്തിയ ആണവ പരീക്ഷണങ്ങളുടെ അടയാളങ്ങൾ ഒരു നീണ്ട കാലത്തേക്ക് ഇത്തരം കറുത്ത പാടുകളായി നമ്മുടെ ഈ പാളികളിൽ ഉണ്ടാകും.
എന്നാൽ ഇത്തരം ന്യൂക്ലിയറുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രവർത്തനങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കുന്ന ശക്തമായ അടയാളങ്ങൾക്ക് സമാനമായ അടയാളങ്ങൾ പോലും പുറത്തു നിന്നുള്ള മറ്റ് കോസ്മിക് പ്രതിഭാസങ്ങളുടെ ഫലമായി ഭൂമിയുടെ ജിയോളജിക്കൽ റെക്കോർഡുകളായി ഇത്തരം പാളികളിൽ ഉണ്ടാകും. അതായത് ബഹിരാകാശത്ത് എവിടെയെങ്കിലും തൊട്ടടുത്ത് വല്ല നക്ഷത്രമൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം പൊട്ടിത്തെറികളിൽ നിന്നും നമ്മൾ നടത്തിയ ആണവ പ്രവർത്തനങ്ങൾ പുറന്തള്ളുന്നതിന് സമാനമായ എനർജി പുറന്തള്ളാനും അവ ബഹിരാകാശത്ത് കൂടി അങ്ങനെ സഞ്ചരിച്ച് ഭൂമി പോലുള്ള ഗ്രഹങ്ങളിലൊക്കെ വന്ന് വീഴാനും അത് ഇതുപോലെ ഭൂമിയുടെ പാളികളിൽ അടയാളങ്ങളായിട്ട് വീഴാനും സാധ്യതയുണ്ട്. ഇത്തരത്തിൽ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ച് അതിൽ നിന്നുള്ള ഊർജ്ജം ഭൂമിയിൽ ആകമാനം വിതരണം ചെയ്യപ്പെട്ടതിന്റെ അടയാളങ്ങൾ നമ്മുടെ ഭൂമിയുടെ പാളികളിൽ നിന്ന് സയന്റിസ്റ്റുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഊർജ്ജത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ആഗോള വിതരണം നക്ഷത്രങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ചതുപോലുള്ള പ്രതിഭാസം മൂലം ബഹിരാകാശത്തു നിന്ന് വലിയ അളവിൽ വന്നതാണ്, അല്ലാതെ കൃത്രിമമായി മനുഷ്യനോ മറ്റേതെങ്കിലും നാഗരിക വംശമോ ഉണ്ടാക്കിയതല്ല. അങ്ങനെ ഉണ്ടാക്കിയതാണെങ്കിൽ അത് കുറെ കൂടെ ലോക്കലൈസ്ഡ് ആയ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക എന്നൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ മറ്റു പല പാറ്റേണുകളും പഠന രീതികളും ഒക്കെയുണ്ട് ഇവയെ തമ്മിൽ തിരിച്ചറിയാൻ. ചില മനുഷ്യനിർമ്മിതമായ രാസവസ്തുക്കൾ നമുക്ക് അങ്ങനെ പ്രകൃതിദത്തമായിട്ട് വിശദീകരിക്കാൻ കഴിയാത്ത വിധം ഭൂമിയുടെ പാളികളിൽ അടയാളങ്ങൾ ഉണ്ടാക്കിയേക്കാം. അങ്ങനെ എന്തെങ്കിലും അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവയുടെയൊക്കെ കാരണം നമുക്ക് പ്രകൃതിയിൽ അന്വേഷിച്ചാൽ കിട്ടിയെന്ന് വരില്ല. പക്ഷെ അത്തരം രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന അടയാളങ്ങൾ ഭൂമിയുടെ ടൈം സ്കെയിലിൽ നോക്കിയാൽ അങ്ങനെ ദീർഘകാലമൊന്നും നീണ്ടു നിൽക്കില്ല. അതുകൊണ്ട് അവ വെച്ചും ഭാവിയിൽ നിന്നുള്ള ഏതെങ്കിലും നാഗരിക വംശങ്ങൾക്ക് നമ്മുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയണം എന്നില്ല. ഏത് രീതിയിലുള്ള പഠന രീതികളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും ശരി, ഷെർലക് ഹോംസ് ലെവലിലുള്ള അതിസൂക്ഷ്മമായൊരു വിശകലനം കൊണ്ട് മാത്രമേ നമ്മൾ മനുഷ്യരോ മറ്റേതെങ്കിലും പുരാതന നാഗരിക വംശമോ ഉണ്ടാക്കിയ കരിയും പുകയുമാണോ അല്ലെങ്കിൽ പ്രകൃതി എന്തെങ്കിലും ചെയ്തപ്പോൾ തന്നെ വന്ന കരിയും പുകയൊക്കെയാണോ ഇത് എന്ന് തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. ഓരോ മണൽത്തരിയും ഓരോ കല്ലിന്റെ കഷ്ണവും സൂക്ഷ്മമായിട്ട് എടുത്ത് പരിശോധിക്കേണ്ടി വരും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മൾ ഭൂമിക്ക് പുറത്തേക്ക് വിട്ട നമ്മുടെ സാറ്റലൈറ്റുകളും മറ്റു ഗ്രഹങ്ങളിലേക്ക് പഠിക്കുന്നതിനൊക്കെ ആയിട്ട് വിട്ട സ്പേസ് ക്രാഫ്റ്റുകളും മറ്റുമൊക്കെയാണ്. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ കോമറ്റിലേക്കും ഉൽക്കയിലേക്കും ഒക്കെ കുറെ ഈ പറഞ്ഞ സ്പേസ് ക്രാഫ്റ്റുകളൊക്കെ വിട്ടിട്ടുണ്ട്. ഇവയിൽ പലതും ലക്ഷക്കണക്കിന് വർഷങ്ങൾ തൊട്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ വരെയും മനുഷ്യനുണ്ടായിരുന്നു എന്നതിന്റെ ശക്തമായിട്ടുള്ള തെളിവുകളായിട്ട് അങ്ങനെ ബാക്കി നിൽക്കും. കാരണം ബഹിരാകാശത്തെയും മറ്റ് അന്തരീക്ഷമില്ലാത്ത ഗ്രഹങ്ങളുടെയൊക്കെ ഹാർഷ് ആയിട്ടുള്ള എക്സ്ട്രീം സാഹചര്യങ്ങളെ ദീർഘകാലത്തേക്ക് അതിജീവിക്കുന്നതിന് പ്രത്യേകമായിട്ട് മനുഷ്യൻ ഡിസൈൻ ചെയ്തുണ്ടാക്കിയവയാണ് ഇത്തരം പേടകങ്ങൾ. അവ ബഹിരാകാശത്ത് നമ്മുടെ മനുഷ്യ സാന്നിധ്യത്തിന്റെ ദീർഘകാല അടയാളമായിട്ട് അങ്ങനെ അവശേഷിക്കും. കാലക്രമേണ ഡീഗ്രേഡ് ചെയ്തു പോകാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിത വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വസ്തുക്കൾ വളരെ കാലം ബഹിരാകാശത്ത് തുടരും, ആയിരക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ വരെ. ഭാവിയിൽ ഏതെങ്കിലും ഒരു നാഗരിക വംശത്തിന് ഇങ്ങനെ ഈ പറഞ്ഞ ഉപഗ്രഹങ്ങളും ബഹിരാകാശ പേടകങ്ങളും ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് മനുഷ്യനെ പോലൊരു നാഗരിക വംശത്തിന്റെ സാങ്കേതിക നേട്ടങ്ങളുടെയും ബഹിരാകാശ പര്യവേഷണത്തിന്റെ ഒക്കെ വ്യക്തമായിട്ടുള്ള തെളിവാണ് എന്ന് അവർക്ക് അതിൽ നിന്ന് ഒറ്റയടിക്ക് മനസ്സിലാക്കാം. ഇനി നമ്മളെക്കാളും മുമ്പ് ആരെങ്കിലും ഒക്കെ ഭൂമിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കമ്പിത്തിരിയോ പൂത്തിരിയോ ഒക്കെ കത്തിച്ച് ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ഒക്കെ വിട്ടിട്ടുണ്ടോ, അവ നമുക്കറിയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അവിടേക്കൊക്കെ നമ്മൾ മിഷനുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഡാറ്റയും ഇമേജും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ഈ പറഞ്ഞതുപോലെ നമുക്ക് മുന്നേ ആരെങ്കിലുമൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു അവ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നശിക്കാതെ ചൊവ്വയുടെയും മറ്റൊക്കെ പ്രതലങ്ങളിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കും. കാരണം അവിടെ ഭൂമിയിലേതുപോലെ അന്തരീക്ഷമില്ല, അതുകൊണ്ട് അത്ര പെട്ടെന്ന് നശിച്ചു പോവില്ല. പിന്നെ ഭൂമിയുടേതുപോലെ ഉപരിതലം ഒന്നും അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് റീസൈക്കിൾ ചെയ്യില്ല. ടെക്ടോണിക് ആക്ടിവിറ്റീസ് ഒന്നും അവിടെ ഇല്ല. അതായത് നേരത്തെ പറഞ്ഞില്ലേ പ്രതലം ഇങ്ങനെ പഴയത് പോയി പുതിയത് റീസൈക്കിൾ ചെയ്തിട്ടുണ്ടാവുന്നു, അതൊന്നും ഈ പറഞ്ഞ ചൊവ്വയിലൊന്നുമില്ല. അതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ അവിടെ ദീർഘകാലം കുറേ കാലം കിടക്കും. പക്ഷെ അതൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ ഡാറ്റകളൊക്കെ വെച്ച് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കോലത്തിലായിരിക്കണം എന്നില്ല. കാരണം ബഹിരാകാശത്തെ കഠിനമായ അന്തരീക്ഷം ഈ പറഞ്ഞ ഭൂമിയെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞ ചൊവ്വയിനെയൊക്കെ ബാധിക്കും. കാരണം അവിടെയൊക്കെ ഭൂമിക്ക് സമാനമായ ശക്തമായ ഒരു അന്തരീക്ഷമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കോസ്മിക് റേഡിയേഷനും സോളാർ റേഡിയേഷനും ഒക്കെ തുടർച്ചയായിട്ട് അവിടെ ഉണ്ടാവും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിയോറൈറ്റുകളുടെയും ഉൽക്കകളുടെയൊക്കെ പതനം ഇതൊക്കെ ഭൂമിയെ അപേക്ഷിച്ച് അവിടെയൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത്തരം പേടകങ്ങളൊക്കെ ഇത്തരം കൂട്ടിയിടുകളിൽ ഒരു പക്ഷെ നശിച്ചു പോയി ചൊവ്വയുടെയൊക്കെ ഉപരിതലത്തിന്റെ താഴെ പാളികളുടെ അടിയിലൊക്കെ കുടുങ്ങി കിടക്കുകയായിരിക്കും. അപ്പോൾ അതൊക്കെ നിലത്തിറങ്ങി നിന്ന് വിശദമായിട്ട് പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. നിലവിൽ അത്രയും നമ്മൾ വളർന്നിട്ടില്ല. കുറച്ചു കാലം കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചൊവ്വയിലൊക്കെ ചെറിയ കോളനിയൊക്കെ കെട്ടിപ്പൊക്കി അവിടുത്തെ വല്ല ഗുഹയുടെയൊക്കെ ഉള്ളിലോ മറ്റോ ചെന്ന് നോക്കിയാൽ കാണാം ചിലപ്പോൾ ഒരു കയ്യിൽ ബിയറിന്റെ കുപ്പിയും മറ്റേ കയ്യിൽ പാതി കത്തി തീർന്ന സിഗരറ്റിന്റെ കുറ്റിയൊക്കെ കയ്യിൽ പിടിച്ച് മനുഷ്യന്റെ കോലത്തിലുള്ള വല്ല അസ്ഥിക്കൂടവും നമ്മളെ നോക്കി ഇളിച്ചങ്ങനെ ഒരു മൂലക്ക് ഇരിപ്പുണ്ടാവും. അതൊക്കെ ചെന്ന് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റൂ. ഇവിടെ നിന്നൊന്നും പറയാൻ പറ്റില്ല. ഏതാണ്ട് 2 ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്. ഭൂമിയുടെ പ്രാരംഭഘട്ടത്തിൽ, അതായത് നിലവിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നതിന് മുൻപ് തന്നെ ഭൂമിയിൽ ജീവൻ ഉണ്ടായിരുന്നോ? അതായിരുന്നു ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നമ്മളെക്കാൾ മുൻപ് ഭൂമിയിൽ മറ്റൊരു നാഗരിക വംശം ഉണ്ടായിരുന്നോ? അതിൽ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കുറെ കൂടി നല്ല രീതിയിൽ ഉറപ്പുണ്ട്. ഷെർലക് ഹോംസ് ലെവലിലുള്ള നമ്മുടെ അന്വേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് മുൻപ് അങ്ങനെ ഒരു നാഗരിക വംശം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ തന്നെയാണ് പ്രകൃതി ഇന്റലിജൻസ് എന്ന ആ അപൂർവ സമ്മാനം അനുഗ്രഹിച്ചു നൽകിയ ഈ ഭൂമിയിലെ ആദ്യത്തെ ജീവിവർഗം. ആ ചോദ്യത്തിന്റെ ഉദ്ദേശം തന്നെ എന്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആ
ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുക എന്നതായിരുന്നില്ല നമുക്ക് പ്രധാനം. മറിച്ച് ആ ഉത്തരത്തിലേക്ക് എത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങളിലായിരുന്നു നമ്മുടെ കൂടുതൽ ശ്രദ്ധയും. ആ മാർഗങ്ങളായിരുന്നു നമുക്ക് ആവശ്യം. ഇനി ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം, നമ്മൾ വിചാരിച്ചതിനു മുൻപേ തന്നെ ഭൂമിയിൽ ജീവൻ തുടങ്ങിയിരുന്നോ എന്ന്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കൂടുതൽ പഠനങ്ങളും പര്യവേഷണങ്ങളും ഒക്കെ വേണ്ട ഒരു ഏരിയ ആണത്. അവിടെയും നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. 4 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ ആരംഭഘട്ടത്തിൽ നടന്ന കാര്യമാണ് ഒറിജിൻ ഓഫ് ലൈഫ്. അത് കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ്. ചിലപ്പോൾ പ്രപഞ്ചത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്തായിരിക്കും ജീവൻ ഉണ്ടായത്. ഇതിന്റെ ആദ്യ ഭാഗത്തെ വീഡിയോയിൽ പറഞ്ഞു, ജീവൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുടനീളം കണ്ടുവരുന്ന വളരെ കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്. ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, അങ്ങനെ. ഇനി ഒരു പക്ഷെ നമ്മുടെ സൗരയൂഥത്തിൽ ചൊവ്വയിലാണ് ആദ്യം ജീവൻ ഉണ്ടായതെങ്കിൽ ചൊവ്വയുടെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശാസ്ത്രജ്ഞന്മാര് അങ്ങനെ ഒരു സാധ്യതയും തള്ളിക്കളയുന്നില്ല. അങ്ങനെയാണെങ്കിൽ സിനാരിയോ മൊത്തത്തിൽ മാറുന്നു. ആദ്യം ചൊവ്വയിൽ ജീവന്റെ കണികൾ ഉണ്ടാകുന്നു, പിന്നെ ചൊവ്വയുടെ വെടി തീരുന്നു, പിന്നെ ചൊവ്വയിൽ ഏതെങ്കിലും ഉൽക്ക വന്നിരിക്കുമ്പോൾ തെറിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു പീസിന്റെ മുകളിൽ കയറിയിരുന്ന് ബഹിരാകാശത്ത് കൂടെ കഠിനമായ റേഡിയേഷൻ എല്ലാം സഹിച്ച് പിടിച്ചിരുന്ന് ഭൂമിയുടെ പ്രാരംഭഘട്ടത്തിൽ ഭൂമിയിൽ വന്ന് വീഴുന്നു. പിന്നീട് ഭൂമിയുടെ അന്തരീക്ഷത്തോട് അഡാപ്റ്റ് ചെയ്ത് വേറൊരു കോലത്തിൽ ഭൂമിയിൽ റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴേക്കും ഭൂമിയിൽ ഈ പറഞ്ഞ ഉൽക്കകളും ഹെവി ബൊമ്പാർട്ട്മെന്റ് കൂട്ടിയിടികളും ഒക്കെ നടക്കുന്നു. അതിനുശേഷം കാര്യങ്ങൾ അനുകൂലമാകുമ്പോൾ ജീവൻ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുന്നു. വാവ്! അങ്ങനെയാണെങ്കിൽ ജീവൻ താഴെ വീണാൽ പൊട്ടുന്നൊരു മുട്ടയോ ഉടഞ്ഞു പോകുന്ന ഒരു പളുങ്ക് പാത്രമോ നക്ഷത്രങ്ങൾക്കിടയിൽ നിന്നും അരക്കിയോ നൂലിൽ കെട്ടിയിറക്കിയോ ഒരു അത്ഭുതമോ മിറാക്കിളോ ഒന്നുമല്ല. ആത്യന്തികമായി എന്തിനേയും അതിജീവിക്കാൻ കെൽപ്പുള്ള, ഏത് പ്രതിബന്ധങ്ങളെയും മറികടക്കാൻ കെൽപ്പുള്ള പ്രപഞ്ചത്തിലെ ഒരു ശക്തിയായിരിക്കാം ജീവൻ. ഉത്തരങ്ങൾ തേടുന്ന കണ്ണുകൾക്ക് മുന്നിൽ വെളിപ്പെടാൻ വെമ്പൽ കൊള്ളുന്ന നിധികുംഭങ്ങളായി അവ പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് അങ്ങനെ മറഞ്ഞിരിക്കുകയായിരിക്കും. നമ്മുടെ ടെക്നോളജി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭാവിയിൽ നമുക്ക് ഉത്തരം നൽകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു.